നമസ്കാരം. എനിക്ക് കിട്ടിയ കുറേ കമൻസിലേക്ക് വന്നൊരു മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കുറച്ച് പേര് PM ഒക്കെ അയച്ചു ഇൻസ്റ്റയിൽ. കണ്ണിന് താഴെയുള്ള ഡാർക്ക് സർക്കിൾസ് അല്ലാന്നുണ്ടെങ്കിൽ റിങ്കിൾസ് ഒക്കെ കുറയാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ? അതായത് ഞാനിപ്പോൾ ഇടുന്ന മിക്കതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന വീഡിയോസാണ്. ഞാൻ ഒത്തിരി കോസ്റ്റ്ലി സാധനങ്ങൾ വെച്ചിട്ടുള്ള സാധനങ്ങൾ ചെയ്യാറില്ല. അപ്പോൾ സാധാരണക്കാർക്കും കൂടെ പറ്റിയ എന്തെങ്കിലും സാധനം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അതുപോലെ തന്നെ വേറെ കുറച്ച് പേര് ചോദിച്ചു, എൻ്റെ സ്കിന്നിന് ഒത്തിരി ചേഞ്ചസ് വന്നല്ലോ ബിഗ് ബോസിനേക്കാളും, എന്താണ് ചെയ്തത്? പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഒന്നാമത് എൻ്റെ സ്കിന്ന് വലിയ കുഴപ്പമില്ലാത്ത സ്കിന്നാണ്. അതെൻ്റെ പഴയ ടിക്ടോക്കും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ ബിഗ് ബോസ് സമയത്ത് എൻ്റെ സ്കിന്നും ഞാനും കുറച്ച് നല്ല വൃത്തികേടായിട്ടായിരുന്നു. വേറെ ഒന്നുമല്ല. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 14 ദിവസത്തെ ക്വാറൻറ്റൈൻ ഉണ്ടായിരുന്നു. 14 ദിവസത്തെ ക്വാറൻറ്റൈൻ ഒരു റൂമിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ ആ ഒരു റിസോർട്ട് പോലെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കിട്ടിയ ഫുഡൊക്കെ നല്ല ഫ്രീ ആണ്. അപ്പോൾ ഞാൻ കിട്ടിയ ജങ്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് തട്ടി. ഈ ക്യാരറ്റ് ഹൽവയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു അവിടുത്തെ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിച്ചാണ് ഒരുമാതിരി സ്കിന്നൊക്കെ നശിച്ചായിരുന്നു ആ സമയത്തേക്ക്. ബിഗ് ബോസിലേക്ക് കയറുന്ന സമയത്ത് കയറിയ ശേഷം പിന്നെ പറയണ്ടല്ലോ, അവിടെ നിന്നൊക്കെ ബഹളം, അടി, കുത്ത്, കൊലപാതകം മാത്രം നടന്നില്ല, ബാക്കിയൊക്കെ എല്ലാ കാര്യങ്ങളും നടന്നു. പിന്നെ എന്നും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ ലൈറ്റ് എപ്പോഴും ഫുൾ ടൈം ലൈറ്റ് ഓൺ ആക്കിയിട്ടേക്കും. അപ്പോൾ ഉറക്കക്കുറവ്, അവർ പറയുന്ന സമയത്ത് നമ്മൾ ഉറങ്ങുക, അവർ പറയുന്ന സമയത്ത് എഴുന്നേൽക്കുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും. പിന്നെ ഫുഡ് കറക്റ്റ് അല്ലായിരുന്നു. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഫുഡ് കിട്ടുന്നുണ്ടായിരുന്നില്ല, വൈറ്റമിൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ മൊത്തത്തിൽ എൻ്റെ സ്കിൻ അങ്ങ് ഡള്ളായി ഡാമേജ് ആയതാണ്. പൊതുവേ എൻ്റെ സ്കിന്നിന് വലിയ പ്രശ്നമുള്ള സ്കിന്നല്ല അത്. പണ്ട് മുതലേ വലിയ പ്രോബ്ലം ഇല്ലാത്തൊരു സ്കിന്നാണ്. അപ്പോൾ അല്ലാതെ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തിട്ട് മാറ്റം വന്നതല്ല കേട്ടോ. അപ്പോൾ ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അമ്മയുടെ ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം മനുഷ്യക്കോലത്തിലെത്തി. അതാണ് സത്യം. പഴയ പോലത്തെ ഒരു മനുഷ്യക്കോലത്തിലെത്തി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഇപ്പോഴത്തെ കുറേ പേരുടെ പ്രശ്നം എന്ന് പറഞ്ഞെങ്കിൽ സ്ട്രെസ്സ്, അതുപോലെ തന്നെ ഫുൾ ടൈം ഇൻസ്റ്റയിൽ ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കും. അതുമല്ലാന്നുണ്ടെങ്കിൽ TV. ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഈ ഗെയിം ഒത്തിരി കളിക്കുന്ന കൂട്ടത്തിലാണ്. ഗെയിം, പിന്നെ വെബ് സീരീസ് ഇരുന്ന് കാണും, ബുക്സ് ഒത്തിരി വായിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് കണ്ണ് പ്രതിഷേധമായിട്ട് അറിയിച്ചത് കണ്ണിന് താഴെ റിങ്കിൾസ്, അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രൊഡക്ട്സൊക്കെ ഞാൻ പൊതുവേ, ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ എൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐ പ്രോഡക്ട്സ് ഒന്നും അധികം കിട്ടിയില്ല. ഒന്നും ട്രൈ ചെയ്തപ്പോഴും അത്ര ബെനിഫിഷ്യൽ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ സ്വന്തമായിട്ട് കളത്തിലേക്ക് ഇറങ്ങി, എങ്ങനെ മാറ്റാം എന്നുള്ള സാധനം. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ നേരത്തെ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഫേസ് പാക്കിൻ്റെ ഒരു റെസിപ്പി പോലെ ഒരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കൂട്ട്. അതായത് ഫേസ് വാഷിൻ്റെ പകരം എന്ത് യൂസ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ആ ഒരു സാധനം ഞാനൊന്ന് പൊടി തട്ടിയെടുത്തു. വേറെ ഒന്നുമല്ല, മഞ്ഞൾപ്പൊടിയില്ല, നല്ല ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി. അത് ആയുർവേദ കടയിലൊക്കെ കിട്ടും. അല്ലാതെ നമ്മൾ നോർമലി വാങ്ങിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടിക്ക് കൂടെ തന്നെ ഒരു മുളക് പൊടിയൊക്കെ മിക്സ് ആയിരിക്കും. പിന്നെ അത് ഇട്ടാനുള്ള അവസ്ഥ എന്താണെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ. അപ്പോൾ നല്ല മഞ്ഞൾപ്പൊടി കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ആയുർവേദ കടകളിലൊക്കെ, ഈ നാട്ടുമരുന്ന് കടകളിലൊക്കെ കിട്ടും. അപ്പോൾ അവിടെ ഒരു അധികം വിലയൊന്നുമില്ല, 10-20 രൂപ, 30 രൂപ. ഞാൻ വാങ്ങിയ സമയത്ത് 30, ഏകദേശം 6 റേറ്റൊക്കെ. അപ്പോൾ ആ ഒരു റേറ്റിലുള്ളൊരു ഇത് വാങ്ങുക. പിന്നെ അതുപോലെ തന്നെ കടലമാവ്, അതും ഇതുപോലെ തന്നെ കുറച്ചായിട്ട് കിട്ടും. ഫുള്ള് വലിയൊരു പാക്കറ്റ് വേണമെന്നൊന്നുമില്ല, കുറച്ചായിട്ട് കിട്ടും. ഇത് പലചരക്കടയിൽ പോയാൽ മതി. ഇങ്ങനെ നമുക്കിങ്ങനെ ആവശ്യത്തിനുള്ളതൊക്കെ എടുക്കാൻ പറ്റും. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് എന്തെങ്കിലും ഒരു ഓയിൽ, വെളിച്ചെണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിലോ, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം മിക്സ് ചെയ്യാം. ഈ ഒലീവ് ഓയിൽ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ് കേട്ടോ. പക്ഷേ ഒലീവ് ഓയിൽ എല്ലാവരുടെയും വീട്ടിലുണ്ടാവില്ല. അപ്പം നമ്മുടെ വീട്ടിൽ കിട്ടണ വെളിച്ചെണ്ണ മതി. അപ്പം മഞ്ഞൾപ്പൊടി, കടലമാവ് പൊടി, വെളിച്ചെണ്ണ, ഇത് മൂന്നും കൂടെ ചെറിയ പേസ്റ്റ് ആക്കിയിട്ട് കണ്ണിന് താഴെ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഇത് അപ്ലൈ ചെയ്തിട്ട് കിടന്ന് കഥകളിയൊന്നും കളിക്കാൻ പോകരുത്. കണ്ണിന് താഴെ കൂടുതൽ ചുളിവും കാര്യങ്ങളൊക്കെ വരും. പരമാവധി സംസാരിക്കാതെയോ ഇങ്ങനെ ഫേസ് എക്സ്പ്രഷൻസും ബോഡി മൂവ്മെൻറ്റ്സും ഒന്നും അധികം വരാതെ എവിടെയെങ്കിലും ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അങ്ങനെ ഇരിക്കുക. അങ്ങനെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കഴുകിക്കളയാം. കഴുകി കളഞ്ഞ ശേഷം എന്ത് ചെയ്യണം, ഇച്ചിരി ഉരുളക്കിഴങ്ങ് അരച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജ് വയ്ക്കുമ്പോഴത്തേക്ക് കേടാവത്തില്ല. ഫ്രിഡ്ജില്ലാതെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കേടാവും കേട്ടോ. അത് അപ്പം അല്ലെങ്കിൽ അരച്ചെടുക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ചതക്കല്ലില്ലേ, കുഞ്ഞി കല്ല് കിട്ടും, ഒരു 350-400 രൂപയാവും. കുഞ്ഞി ഇടിക്കണ, പണ്ടത്തെ ഈ മുറുക്കാനൊക്കെ ഇടിക്കണ പോലത്തെ. അപ്പോൾ അതിൽ ചതച്ചെടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ നീരല്ല, പൾപ്പും കൂടെ ചേർത്തിട്ട് കണ്ണിൻ്റെ താഴെ ഇടുക.
അത് ഒരു 10 മിനിറ്റ് ഒന്ന് ഉണങ്ങുമ്പോൾ നമുക്കൊരു പരുവം കിട്ടുമല്ലോ. ഒന്ന് വലിഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് കഴുകി കളഞ്ഞിട്ട് ഏതെങ്കിലും വൈറ്റമിൻ ഇയുടെ ഓയിൽ, ഒന്നെങ്കിൽ ബദാം ഓയിൽ, അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ കിട്ടും. ആ ക്യാപ്സൂൾ ഒരു ചെറിയൊരു സൂചി വെച്ച് പൊട്ടിച്ചിട്ട് അത് 2 കണ്ണിന് താഴെയും അപ്ലൈ ചെയ്തിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം. രാവിലെ ആകുമ്പോഴത്തേക്ക് സാധാരണ നിങ്ങൾ എന്ത് ഫേസ് വാഷാണ് അല്ലെങ്കിൽ സോപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് വെച്ചിട്ട് കഴുകിക്കളയാം. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? ആദ്യം പച്ചമഞ്ഞൾ, കടലമാവ്, വെളിച്ചെണ്ണ, എന്തെങ്കിലും ഒരു ഓയിൽ, അത് കഴുകി കളഞ്ഞ ശേഷം ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മിക്സ്ചർ അരച്ചിട്ട് ഇടുക. അതിനുശേഷം ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഈ പറയുന്ന വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ പൊട്ടിച്ചിട്ട് കണ്ണിന് താഴെ തേച്ചിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട്, മസാജ് ചെയ്യുമ്പം വൃത്തിയായിട്ട് മസാജ് ചെയ്യാം കേട്ടോ. നല്ല മീൻസ് ഈ ഒരു സ്റ്റൈലിൽ ഇങ്ങനെ എൻ്റെ മൈലാഞ്ചി ഉണ്ട്, അതാണ് ഇങ്ങനെ എൻ്റെ കണ്ണിന് താഴെ നോക്കിയാൽ അറിയാം. വലിയ കുഴപ്പമൊന്നുമില്ല, റിങ്കിൾസോ അല്ലെങ്കിൽ വലിയ കറുപ്പൊന്നുമില്ല, ചെറിയ കറുപ്പൊക്കെ ഉള്ളൂ. ഫിൽറ്ററല്ല. ഫിൽറ്ററാണെങ്കിൽ മുഖത്തിന് മാറ്റം വരും, മാറ്റമില്ലല്ലോ. അല്ല, ആളുകൾ പറയും ഇനി ഫിൽറ്റർ വെച്ചിട്ട് പറ്റിച്ചു എന്ന്. അതുകൊണ്ടാണ് കേട്ടോ, ഞാൻ വേറെ ഒന്നുമല്ല, ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. കണ്ട ഉണ്ട്, ചെറിയൊരു ഇതുണ്ട്, പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഒരു മാസം, അല്ലാണ്ട് ഇന്ന് വെച്ചിട്ട് നാളെ പോയില്ല എന്ന് ചേച്ചി എന്ന് പറഞ്ഞിട്ട് വരരുത് കേട്ടോ. ഒരു മാസം ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും എത്രയും പഴക്കമുള്ള ഡാർക്ക് സർക്കിളാണെങ്കിലും നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കാര്യമായിട്ട് വരണവരെ